ഞാൻ ഇത്രയും നേരം ടി വി നോക്കിയിരിക്കുകയായിരുന്നു. നമ്മുടെ സുപ്രീം കോടതിയിൽ കേരളത്തിൻ്റെ രക്ഷാ പാക്കേജ് പണം കിട്ടുന്നതിന് കൊടുത്ത കേസിൽ എന്തായിരിക്കും നടപടിയെന്ന്. പക്ഷെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് കേരളത്തിൻ്റെ അഭിഭാഷകനായ കപിൽ സിബൽ കോടതിയോട് ഒരു അപേക്ഷ നടത്തി. കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയ സഹായങ്ങളുടെ വിവരം പുറത്തുവിടരുത്, പുറത്തുവിട്ടാൽ ഞങ്ങൾക്ക് വലിയ ക്ഷീണമുണ്ടാകുമെന്ന്. അപ്പോൾ കേന്ദ്രം കാര്യമായിട്ട് സഹായിച്ചിട്ടുണ്ട്, ജനങ്ങൾ അറിയരുത്. അതാണ് അതിൻ്റെ പ്രശ്നം. കേന്ദ്രത്തിൻ്റെ വക്കീൽ വെങ്കട്ടരാമൻ അങ്ങേര് ഒരു നോട്ട് തയ്യാറാക്കിയിട്ട് കോടതിയിൽ വായിച്ചു കംപ്ലീറ്റ് കേരളത്തിന് കൊടുത്ത സഹായങ്ങളെല്ലാം. കോടതി ഇത് കേട്ടുകൊണ്ടിരുന്നു. കപിൽ സിബൽ പരിഭ്രമിച്ചു. ഇത് പുറത്തു വിടരുത്, ഇത് ശരിയല്ല, ഞങ്ങൾക്കിതിൽ എതിർപ്പുണ്ട്. അപ്പോൾ ജഡ്ജി പറഞ്ഞു, നമ്മുടെ മലയാളി ജഡ്ജിയാണ് KV വിശ്വനാഥൻ, അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഓപ്പൺ കോർട്ടിൽ വായിച്ചതാണ്, പിന്നെ ഇനി എന്താ രഹസ്യം, ഇത് പുറത്തു വിടരുതെന്ന്. ഇപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞു. പല ട്വിറ്ററിലും ഇതിപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവും ഈ കണക്കെല്ലാം. അതുകൊണ്ട് നിങ്ങൾ പുറത്തു വിടരുതെന്നൊക്കെ പറയുന്നതിൽ കഥയൊന്നുമില്ല. ഏതായാലും മാർച്ച് 21 ഞങ്ങൾ കേസ് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ എന്തെങ്കിലും തർക്കമൊക്കെ പറഞ്ഞ് തീർക്ക്. അപ്പോൾ തർക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രം പറഞ്ഞു, ഈ സുപ്രീം കോടതി ഇവർ ഈ പറയുന്ന പോലെ കേരളത്തിൻ്റെ അവകാശമാണെന്നൊന്നുമല്ല. സുപ്രീം കോടതി പ്ലീഡ് ചെയ്യുകയാണ് കേന്ദ്രത്തിൻ്റെ അടുത്ത്, പ്ലീസ് ഗിവ് ദം സംതിങ്, ദർ ഇസ് സം എമർജൻസി. പണ്ട് ഈ മൂലം തിരുനാളിൻ്റെ കാലത്ത് തിരുവിതാംകൂർ മഹാരാജാവ് മൂലം തിരുനാളിന് മുമ്പിൽ ഒരാൾ കൈതൊഴുത് പ്രത്യക്ഷപ്പെട്ടു. അയാൾ പറഞ്ഞു, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, ആ ശവദാഹത്തിനും മരണാനന്തര ചടങ്ങിനും ഒക്കെ ആയിട്ടൊരു 10 രൂപ എനിക്ക് തരണം. 10 രൂപ എന്ന് വലിയ തുകയാണ്. ഏകദേശം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് മരണാനന്തര ചടങ്ങും സംഗതിയൊക്കെ നടത്താനായിട്ട് 10 രൂപ മതി. അപ്പോൾ തരണം എന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞ് യാചിച്ച് നിൽക്കുന്നു. അപ്പോൾ കൂടെയുള്ള രാജാവിൻ്റെ സേവകൻ പറഞ്ഞു, മഹാരാജാവ് 3 മാസം മുമ്പ് ഇതേ ആൾ തന്നെ, ഇതേ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് 10 രൂപ മേടിച്ചുകൊണ്ട് പോയതാണ്. അവൻ്റെ ഇപ്പോൾ പിന്നെയും വന്നിരിക്കുന്നു, നല്ല അഭിനയമാണ്, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നവൻ്റെ കള്ളൻ. മൂലം തിരുനാൾ ഇവനെ അടിമുടി നോക്കിയിട്ട് സേവകനോട് പറഞ്ഞു, കൊടുക്ക് ആ കഴിവേറിക്ക് ഒരു 10 രൂപ. ഇതുപോലെയാണ് സുപ്രീം കോടതിയാണ് മൂലം തിരുനാൾ. ഈ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന കള്ളനാണ് കേരളം, സേവകനാണ് കേന്ദ്രം. കൊടുക്ക കഴിവേറിക്കൊരു 10 രൂപ എന്ന് മൂലം തിരുനാൾ പറഞ്ഞ പോലെ കേന്ദ്രം സുപ്രീം കോടതി ഇതെല്ലാം കേട്ടിട്ട് പറയുന്നു, വൈ ഡോണ്ട് ടു ഗിവ് ഇറ്റ്, എന്തെങ്കിലും അഡ്വാൻസ് ആയിട്ടോ അത് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ, എന്തെങ്കിലും ഒരു വകുപ്പുണ്ടാക്കിയിട്ട് കൊടുക്ക്, ദാരിദ്ര്യമല്ലേ, ഇല്ലാഞ്ഞിട്ടല്ലേ. ഇതാണ് സുപ്രീം കോടതി അല്ലേ ഇവർ പറയുന്നത്. കേരളം പിടിച്ചു വാങ്ങാൻ ഏഷ്യാനെറ്റും പറയുന്നത് അങ്ങനെയാണ്, കേരളത്തിൻ്റെ അവകാശമാണ്. പൊരുതി നേടി. എന്ത് പൊരുതി നേടി? ദയാദാക്ഷിണ്യത്തിന് കാത്തിരിക്കുകയാണ്. എന്നിട്ട് കേന്ദ്രം പറയുന്നു, ഞങ്ങൾ ഓൾറെഡി എല്ലാം കൊടുത്തു കഴിഞ്ഞു. അപ്പം മൂലം തിരുനാളിനെ അനുസ്മരിച്ചുകൊണ്ട് സുപ്രീം കോടതി പറയുന്നു, കൊടുക്കുക ഒരു 10 രൂപ, അല്ല തിന്നിട്ട് പോട്ടെ. കേന്ദ്രം ഒരു 5000 കോടി കൊടുക്കാന്ന് പറഞ്ഞു, മേടിച്ചിട്ടില്ലല്ലോ. കോടതി പറഞ്ഞു, കപിൽ സിബൽ പറഞ്ഞു 10000 കോടി വേണം. അപ്പോഴും ജസ്റ്റിസ് സൂര്യകാന്ത് പറയുന്നു, ശരി 10000 വേണം, 5000 തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് മേടിക്കുക, ആദ്യം കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. ഇയാൾ മേടിക്കില്ല, 10 ഉണ്ടെങ്കിലേ മേടിക്കുകയുള്ളൂ. അതിപ്പോൾ നാളെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് വെച്ചിരിക്കുന്നു. ആക്ച്വൽ കേസ് മാർച്ച് 21 മാറ്റിയിരിക്കുന്നു. അല്ല, കോടതി പറഞ്ഞത് 5000 കൊടുത്തിട്ടും അതിന് ചില കണ്ടീഷനൊക്കെ കേന്ദ്രം ഉണ്ട്. പറഞ്ഞു. അതെന്തായിരുന്നു കണ്ടീഷൻസ്? അത് വിത്ത് സ്ട്രിഞ്ചൻ കണ്ടീഷൻസ് എന്നേ പറഞ്ഞുള്ളൂ, കണ്ടീഷൻസ് പറഞ്ഞിട്ടില്ല. തിരിച്ചു പിടിക്കും. എന്തിന് ചിലവാക്കിയെന്ന് ചോദിക്കും. എന്തിന് ചിലവാക്കുന്നു ചോദിക്കുകയല്ല, ഈ പൈസ തിരിച്ചു പിടിക്കും. ഇവർ ഓവർ ഡ്രാഫ്റ്റ് ആണല്ലോ ഇത്. കടമെടുപ്പ് പരിധിയൊക്കെ പണ്ടേ കഴിഞ്ഞു. ആ പരിധി കൂട്ടിക്കിട്ടണമെന്നാണ് ഇവരുടെ ആവശ്യം. പരിധിയില്ലാതെ കടമെടുക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഇതിലൊരു ബേസിക് ഡിഫക്റ്റ് എന്താണെന്നറിയാമോ? ടിജിയുടെ പോക്കറ്റിലിരിക്കുന്ന കാശ് പരിധിയില്ലാതെ ഇഷ്ടമുള്ളപ്പോൾ എനിക്ക് കടമായിട്ട് തരണം. ഇതിൻ്റെ പ്രധാന പ്രശ്നമേ, ഇപ്പോൾ ബാലഗോപാലും പിണറായി വിജയനും ഒക്കെ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കടം എത്രയാണ്, അവർക്ക് പരിധിയില്ലാതെ കടമെടുക്കാം, ഞങ്ങൾക്ക് എടുത്തുകൂടെ. നിൻ്റെയും കൂടെ കടം ചേർത്തിട്ടാണ് കേന്ദ്രത്തിൻ്റെ കടം. അതെ, കേന്ദ്ര സർക്കാരിൻ്റെ കടം 1 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ
അതിനകത്ത് കേരളത്തിൻ്റെ 5000 കോടിയുണ്ട്, തമിഴ്നാടിൻ്റെ ഉണ്ട്, കർണാടകത്തിൻ്റെ, ഇതൊക്കെ ചേർന്നിട്ടാണ് കേന്ദ്രത്തിൻ്റെ കടം. അല്ലാതെ കേന്ദ്രത്തിനെന്ന് പറഞ്ഞ് പ്രത്യേക ഒരു കടമില്ല. ഇതൊക്കെ ഇവർ ഒളിച്ചു വയ്ക്കുന്ന സംഗതിയാണ്. അതുപോലെ ഈ സുപ്രീം കോടതിയിലെ പ്രൊസീഡിങ്സ് നോക്കിയാൽ അറിയാം, ദയാവായ്പിന് യാചിച്ചാണ് കേരളം നിൽക്കുന്നത്, അല്ലാതെ അവകാശമായിട്ടല്ല. അവർ റൈറ്റ് എന്ന് ഇടയ്ക്ക് കപിൽ സിബൽ പറയുന്നു. ഫീസ് വാങ്ങിച്ചതിനൊരു ജസ്റ്റിഫിക്കേഷൻ വേണ്ടേ, അതുകൊണ്ട് അവർ റൈറ്റ് എന്ന് പറയുന്നതേ ഉള്ളൂ. റൈറ്റായിട്ട് കോടതി കൂട്ടിയിട്ടേ ഇല്ല. കോടതി എപ്പോഴും കേന്ദ്രത്തോട് പറയുന്നത് ഹാവ് സം മെഴ്സി, പ്ലീസ് ബി ജനറസ്, ഒരു ഉദാര മനസ്സ് കാണിക്കുന്നു, പോട്ടെ എന്ന്. അതാണ് ഈ മൂലന്തിരുതാണ് പറഞ്ഞത്, കൊടുക്ക്. അല്ല, അങ്ങനെ കൊടുക്കാനും പറ്റുമോ? ഇത് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ വരത്തില്ലേ? വരും. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഓർഡർ ആക്കാത്തത്. സുപ്രീം കോടതി ഇതുവരെ ഒരു റിട്ടേൺ ഓർഡറും കൊടുത്തിട്ടില്ല. നേരത്തെ കൊടുത്ത 16,308 റിട്ടേൺ ഓർഡർ ഉണ്ടോ? ഇല്ല. ഇതൊക്കെ വെറുമ്പലാണ്. ഒരു സാധനം സുപ്രീം കോടതി അവിടെ റെക്കോർഡ് ചെയ്യുന്നില്ല. ചുമ്മാ ഈ കേസ് അങ്ങനെ കേട്ടുകൊണ്ട് പോവുകയാണ്. സ്യൂട്ടാണ്, അഡ്മിറ്റ് ചെയ്തിട്ട് പോലുമില്ല. അഡ്മിറ്റ് ചെയ്യാതെയും സ്യൂട്ടോ റിട്ടോ ഒക്കെ കൊണ്ടുപോകാനുള്ള അവകാശം സുപ്രീം കോടതിക്കുണ്ട്. പക്ഷേ അഡ്മിറ്റ് പോലും ചെയ്തിട്ടില്ല. നാളെ അഡ്മിറ്റ് ചെയ്യാതെ തന്നെ ഈ കേസ് അങ്ങ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ദർ ഈസ് നോ റെക്കോർഡ്. വേറൊരു സംസ്ഥാനത്തിന് ഇത് എടുത്ത് കോട്ട് ചെയ്യാൻ പറ്റില്ല. അന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു, ചെയ്തിരുന്നു, എവിടെ പറഞ്ഞു, ആര് പറഞ്ഞു, വേർ ഈസ് ദ റെക്കോർഡ്? റെക്കോർഡുണ്ടെങ്കിൽ ഒരു കോടതിക്ക് പ്രസിഡൻസ് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റെക്കോർഡൊന്നുമില്ല. അത് സൂര്യകാന്ത് ഉണ്ടാക്കുകയുമില്ല. കാരണം അങ്ങേർക്കറിയാം ഇത് റെക്കോർഡിലാക്കി കഴിഞ്ഞാൽ അപകടമാണ്, വലിയ അപകടമാണ്. പക്ഷേ കപിൽ സിബലിൻ്റെ ഒരു പക്ഷേ സുഹൃത്തായിരിക്കണം സൂര്യകാന്ത്, അല്ലെങ്കിൽ എന്തോ ഒരു കൺസിഡറേഷനുണ്ട്, ഒരു പരിഗണന, മമത. സുനിൽ ആലോചിച്ച് നോക്ക്, എണീറ്റ് നിന്നാൽ മിനിമം 30 to 40 lakhs ആണ് കപിൽ സിബലിൻ്റെ ഫീസ്. ഇപ്പോൾ എത്ര അപ്പിയറൻസായി? കുറഞ്ഞത് 10 അപ്പിയറൻസായി. രൂപ എത്ര കപിൽ സിബൽ? 4 കോടി രൂപയെങ്കിലും പോയിട്ടുണ്ടാവും. ആ കാശ് പോരെ ഇവിടെ ഈ പെൻഷൻ കൊടുക്കാൻ, ഈ 1600 രൂപ പെൻഷൻ കൊടുക്കാൻ അമ്മമാർക്ക്? 900 കോടി വേണം. അത് മൊത്തം കൊടുക്കാൻ ഇതുവരെ ഉള്ളതും സംഗതിയൊക്കെ. അതെ അതെ. ഒരു മാസത്തെ കൊടുക്കാൻ, കുറച്ച് പേർക്കെങ്കിലും കൊടുക്കാൻ, ദരിദ്രരായവർക്ക് കൊടുക്കാൻ ഈ കാശ് പോരെ. അതിന് പകരം ഈ കിട്ടുന്ന കാശ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യത്തിന് പരസ്യം കൊടുക്കാൻ ഇതിനൊക്കെ ആയിട്ട് ചിലവഴിക്കും. അല്ല, നമ്മുടെ നവകേരള മറ്റേ ജാഥ ഉണ്ടല്ലോ വണ്ടിയെ പോയത്, അതിന് പോസ്റ്റർ അടിക്കാൻ 9,16,00,000 രൂപയായി. അതെ, പോസ്റ്റർ അച്ചടിക്കാനേ. ഇത് പറയാൻ പ്രതിപക്ഷം വേണ്ടേ? അതുമില്ല. അതാണ് രസം. ഇന്നിപ്പോൾ ASG വെങ്കട്ടരാമൻ സുപ്രീം കോടതിയിൽ വായിച്ച നോട്ട്, ആ നോട്ട് കേന്ദ്ര സർക്കാർ ഇന്ന് പുറത്തു വിട്ടാൽ മതി. അല്ല, ഞാനിപ്പോൾ കേരളത്തിലെ സകല ചോദ്യങ്ങൾക്ക് ഉത്തരമാകും. നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ 12:30 മണിയായി. തൊട്ടടുത്ത് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ നമ്മൾ വാർത്ത കാണുന്നുണ്ട്. ആ വാർത്തയിൽ ഇന്ന് 5000 കോടി കേന്ദ്രം കൊടുക്കാമെന്ന് പറഞ്ഞതോ, അത് ഞങ്ങൾക്ക് വേണ്ട 10,000 കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞതോ, ഇപ്പോൾ ഈ കേന്ദ്രം തന്ന ധനസഹായത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വിടരുതെന്ന് ഞങ്ങൾക്ക് നാണക്കേടുണ്ടാവും എന്ന് കേരളം പറഞ്ഞതോ ഒന്നും വാർത്തയല്ല. ഇന്നലത്തെ വാർത്തയാണ് ഏഷ്യാനെറ്റ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് വായിക്കാമല്ലോ. ASG വെങ്കട്ടരമണൻ, however, in view of the court's suggestion, we can allow 5,000 crores that will be deducted from net borrowing ceiling for first 9 months, subject to certain conditions. ആദ്യത്തെ 9 മാസം, അതായത് സെപ്റ്റംബർ കൊണ്ട് 2025 സെപ്റ്റംബർ കൊണ്ട് ഈ 5000 കോടി രൂപ ഞങ്ങൾ തിരിച്ചു മേടിക്കും. അതുകൂടാതെ ചില കണ്ടീഷൻസ്. കപിൽ സിബൽ, ദിസ് ഹോൾ നോട്ട് ഈസ് ഓൺ ദ അസംഷൻ ദാറ്റ് വി ആർ നോട്ട് എൻറ്റൈറ്റിൽ ടു ബോറോ ആൻഡ് ദ സ്യൂട്ട് ഷുഡ് ബി ഡിസ്മിസ്ഡ്. കേരള ഈസ് എൻറ്റൈറ്റിൽ ടു ബോറോ. ഞങ്ങൾക്ക് കടം വാങ്ങാൻ അവകാശമുണ്ട്. ഈ നോട്ട് അവകാശമില്ല എന്നുള്ള രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൂടാതെ 5,000 crores ഡസൻറ്റ് ടേക്ക് അസ് എനിവെയർ. 5000 കോടി കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യമില്ല. അബ്സല്യൂട്ട് മിനിമം വി വാണ്ട് ഈസ് 10,000 crores. 10,000 കോടിയെങ്കിലും വേണം. ദെൻ യുവർ ലോഡ്ഷിപ്പ് മേ ലിസ്റ്റ് ഓൺ ജൂലൈ. ഇഫ് വി ഫെയിൽ ഇറ്റ് വിൽ ബി അഡ്ജസ്റ്റഡ്. 10,000 കോടി തരണം. ജൂലൈ വരെ അഡ്ജസ്റ്റ് ചെയ്യരുത്. ജൂലൈയിലും ഞങ്ങൾ തിരിച്ചു തരാൻ ബാക്കിയുണ്ടെങ്കിൽ ജൂലൈ മുതൽ അഡ്ജസ്റ്റ് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ഒരു 10,000 കോടി രൂപ ഫ്രീ ആയിട്ട് തരണം. ജൂലൈ ആകുമ്പോൾ നമുക്ക് തീരുമാനിക്കാം, നോക്കാം. സൂര്യകാന്ത് ജസ്റ്റിസ് പറയുന്നു, ദ പൊസിഷൻ ഈസ് ക്ലിയർ. ദെൻ നിങ്ങളുടെ കാര്യം മനസ്സിലായി. ഉടനെ സിബിൽ ചാടിയിട്ട്
ദേ ആർ നോട്ട് വില്ലിംഗ് ടു ഗിവ് മോർ ദാൻ 5,000 crores. ASG പറയുന്നു ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് വില്ലിങ്നെസ് കംസ് ഫ്രം എ ലീഗൽ റൈറ്റ്. ഞങ്ങൾക്കങ്ങ് ഞങ്ങളുടെ തോന്നൽ വെച്ച് നിങ്ങൾക്ക് കാശ് തരാൻ പറ്റില്ല. ഒരു ലീഗൽ പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ ഇതിന്, ഒരു ഫോർമുലയുണ്ട്. ഈ ഫിനാൻസ് കമ്മീഷൻ, GST കൗൺസിൽ, നിതി ആയോഗ്, സംസ്ഥാനങ്ങൾ, കേന്ദ്രം, ഇത്രയും പേര് ചേർന്നാണ് ഈ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം തീരുമാനിക്കുന്നത്, പല വിധത്തിലുള്ള വിഹിതങ്ങൾ തീരുമാനിക്കുന്നത്. ആ തീരുമാനിച്ചതിന് പുറത്ത് ഞങ്ങൾക്ക് തരാൻ മനസ്സില്ല എന്നല്ല, അങ്ങനെയല്ല പറയുന്നത്, തരാൻ പ്രൊവിഷനില്ല, വകുപ്പില്ല, ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്നൊക്കെ. ഞങ്ങളെന്തോ നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി പറയുന്നത്. നിങ്ങൾ പറ അക്കോർഡിംഗ് ടു ദിസ് ഫോർമുല വി ഹാവ് ടു ഗെറ്റ് ദിസ് മച്ച് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇവരതിന് പകരം ആർട്ടിക്കിൾ 293 പ്രൊവിഷനുണ്ട്, സ്റ്റേറ്റ്സ് ക്യാൻ ബോറോ. ശരിയാണ്, സ്റ്റേറ്റ്സ് ക്യാൻ ബോറോ. അതിൻ്റെ അടുത്ത ക്ലോസിൽ എഴുതിയിരിക്കുന്നു സബ്ജക്ട് ടു ദ സീലിംഗ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റിന് കടം വാങ്ങാം. അതിന് താഴെ എഴുതിയിരിക്കുന്നു കേന്ദ്രത്തിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി. അങ്ങനെയല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അല്ല, അപ്പോഴല്ലേ അവർ പറഞ്ഞ് ഈ കാശ് മേടിച്ചാൽ കേന്ദ്രം നിയന്ത്രണത്തിലാക്കും. ഏതായാലും സൂര്യകാന്ത് പറഞ്ഞു ദ ഇൻറ്ററിം റിലീഫ് ഈസ് ദ ഫൈനൽ റിലീഫ് യു സീക്ക്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ 10,000 കോടി മതിയെന്ന്, അത് വെച്ച് ഈ കേസ് തീരും. 10,000 കോടി കൊടുക്കാൻ പറ്റുമോന്നൊന്ന് നോക്കപ്പാ എന്ന് കേന്ദ്രത്തോട്. സിബൽ പരിഭ്രമിച്ചു. ഇറിപ്പയറബിൾ ഇഞ്ചുറി വിൽ ബി കോസ്റ്റ് ടു ദ സ്റ്റേറ്റ്. അപരിഹാരമായ, ദിസ് ഈസ് മൈ ലീഗൽ റൈറ്റ്, നഷ്ടം, ദിസ് വിൽ ട്രാപ്പ് us, we will not be able to pay people, and then they say they will control our expenditure. It is against federal principle. അതാണ് കാര്യം. കാരണം കേന്ദ്രം സംസ്ഥാനത്തിൻ്റെ ഫൈനാൻസ് ഏറ്റെടുക്കും. അത് ഫെഡറൽ പ്രിൻസിപ്പിളിന് എഗൻസ്റ്റ് ആണ്. എന്താ ഈ ഫെഡറൽ പ്രിൻസിപ്പിൾ? After both parties indicate their willingness to argue on the issue of interim relief, the bench directs the hearing on interim relief to be listed on March 21. അതായത് 5,000 ആണോ 10,000 ആണോ അതോ 8,000 ആണോ എന്നുള്ളത് തീരുമാനിച്ചിട്ട് March 21 ഈ കേസ് വീണ്ടും കേൾക്കാം. അപ്പോഴത്തേക്ക് പിന്നെ ഈ ഫൈനാൻഷ്യൽ ഇയർ തീരാനായിട്ട് 10 ദിവസം കൂടെ ഉള്ളൂ. 31 കഴിഞ്ഞാൽ ഇവർ ഈ ചോദിക്കുന്ന കാശ് ഓട്ടോമാറ്റിക്കലി അവരുടെ അവകാശമായിട്ട് അടുത്ത ഫൈനാൻഷ്യൽ ഇയർ ആണല്ലോ. അപ്പോൾ പിന്നെ ഇഷ്ടം പോലെ കാശായി. അത് ഇവർക്ക് സമ്മതമല്ല. ഇപ്പോൾ March 21 വരെ ഇങ്ങനെ നിൽക്കും. അപ്പോഴാണ് കപിൽ സിബൽ ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം പറയുന്നത്. സിബൽ എക്സ്പ്രസസ് കൺസേൺസ് ദാറ്റ് ദ യൂണിയൻസ് നോട്ട് ഇഫ് റിലീസ് ടു ദ പ്രസ് മേ ബി വെരി ഡാമേജിങ്. കേന്ദ്രം കോടതി കൊടുത്ത കടലാസ് പത്രങ്ങൾക്ക് കിട്ടിയാൽ കേരള സർക്കാരിന് വലിയ പരിക്ക് പറ്റും. സിബൽ പറയുന്നു വി ആർ കണ്ടസ്റ്റിംഗ് ഇറ്റ് മേ നോട്ട് ബി റിലീസ്ഡ്. ഞങ്ങൾക്ക് ഇതിൽ എതിർപ്പുണ്ട്, ഇത് പുറത്തു വിടരുത്. വിശ്വനാഥൻ ജസ്റ്റിസ് സ്മൈലിംഗ് ചിരിച്ചുകൊണ്ട് പറയുന്നു ഇറ്റ് വാസ് റെഡ് ഔട്ട്. ഇത് വായിച്ചല്ലോ ഓപ്പൺ കോർട്ടിൽ. ബൈ നൗ എവറി വേർഡ് ഹാസ് ബീൻ ട്വീറ്റഡ്. ഈ പറഞ്ഞ ഓരോ കാര്യവും ട്വിറ്ററിൽ വന്നു കഴിഞ്ഞു. പിന്നെ എന്താണ് പ്രസ്സിൽ പുറത്തിറങ്ങിക്കരുത് എന്നൊക്കെ പറയുന്നത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഓപ്പൺ കോർട്ടിൽ വായിച്ചതല്ലേ, എവരിബഡി നോസ് ദാറ്റ്. അപ്പം ഇത് ഏത് ട്വിറ്ററിൽ എവിടെ വന്നു എന്ന് എനിക്കറിയില്ല. അല്ല, അതാ ഇപ്പോഴും ഏഷ്യാനെറ്റിൽ വാർത്ത വന്നിട്ടില്ല. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചാനലായ ഏഷ്യാനെറ്റിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന 12:30 മണിക്കാണ്. ഇന്ന് രാവിലെ നടന്ന ഈ സംഭവങ്ങൾ വന്നിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരല്ല, രാജാ ഹരിശ്ചന്ദ്ര ചന്ദ്രശേഖറാണെങ്കിലും ഈ സത്യം പറയാൻ ഏഷ്യാനെറ്റിന് പറ്റില്ല. ഏഷ്യാനെറ്റ് സാധാരണ ചെയ്യുന്നത് ഒന്നുകിൽ ബാർ ആൻഡ് ബെഞ്ച് അല്ലെങ്കിൽ ലൈവ് ലോ. ഇപ്പം ഞാൻ വായിച്ചത് ലൈവ് ലോയാണ്. ലൈവ് ലോയുടെ ട്വിറ്റർ നോക്കിയിട്ടാണ് പ്രശാന്ത് രഘുവംശം അവിടെ നിന്ന് വിളിച്ചു പറയുന്നത്. നോക്കിയിട്ടില്ല, ഇത് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇത് പറയാൻ കൊള്ളില്ലെന്ന്. ഈ വിവരം പുറത്ത് പറയരുതെന്ന് കപിൽ സിബൽ അവിടെ തൊഴുതെന്ന് പുറത്ത് പറയാൻ പറ്റുമോ? ചേട്ടാ ഈ നോട്ട് പുറത്ത് വിടില്ലേ, ഞങ്ങളുടെ നാറ്റിക്കല്ലേ എന്ന് പറഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ഇവർക്ക്? അത് അല്ല, കേരളം പിടിച്ചു വാങ്ങി. കപിൽ സിബലിന്റെ ആവശ്യം പ്രശാന്ത് രഘുവംശം അംഗീകരിച്ചു. ഇപ്പോൾ കേന്ദ്രത്തെ ന്യായീകരിച്ച് കേരളത്തെ കുറ്റം പറഞ്ഞ് ഏഷ്യാനെറ്റിന്റെ ഉടമസ്ഥനായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കുകയാണ്. ഈ നോട്ടെന്ന് പറഞ്ഞാൽ റിട്ടേൺ നോട്ടാണ് വെങ്കട്ടരാമൻ വായിച്ചത് സുപ്രീം കോടതിയിൽ. കേരളത്തിൽ വലിയ സ്വാധീനമുള്ള കേന്ദ്രത്തിലും മന്ത്രിമാരാണല്ലോ ഇപ്പോൾ, സാങ്കേതികമായിട്ട് മന്ത്രിമാരാണ്. മുരളീധരനുണ്ട്, രാജീവ് ചന്ദ്രശേഖറുണ്ട്. സെക്കൻഡ് വെച്ച് ഈ സാധനത്തിൻ്റെ PDF മെയിലിൽ വാങ്ങാൻ പറ്റും, വാട്സാപ്പിൽ വാങ്ങാൻ പറ്റും വെങ്കട്ടരാമൻ്റെ ഓഫീസിൽ. ഇത് വാങ്ങിച്ച് ഇവരിതിവിടെ റിലീസ് ചെയ്യാമോ ഇന്ന് ഉച്ച കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ
ഈ നോട്ട് നിങ്ങൾ മറച്ചു വയ്ക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ട സാധനം ഞങ്ങൾ പുറത്തു വിടുന്നതായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിതരണം ചെയ്യുക. ബാക്കി കേരളത്തിലെ സോഷ്യൽ മീഡിയ നോക്കിക്കോളും. അത്രയെങ്കിലും ഉപകാരം മുരളീധരൻ ചെയ്യും. അത്രയെങ്കിലും ചെയ്യാമെന്ന് നമ്മൾ രാജീവ് ചന്ദ്രശേഖരനെ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളോട് താല്പര്യമുണ്ട്. ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ ഒരു മന്ത്രി, മുരളീധരൻ അടുത്ത മന്ത്രി ഇല്ലേ? രണ്ടുപേരും മന്ത്രിസഭ. മുരളിക്ക് ചാനലില്ല, ചാനലുള്ള കേന്ദ്രമന്ത്രിയാണ്. ഈ സംഭവം ഇതുവരെ അദ്ദേഹത്തിന്റെ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ രാജീവ് ചന്ദ്രശേഖരാണ് പറഞ്ഞത്, ആ ചാനലിൽ എനിക്ക് യാതൊരു ഈ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടാറില്ല. എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്ന പോലെ ഞാൻ തൊഴുതാൽ എൻ്റെ വാർത്ത വരും, ഇത്രയേ ഉള്ളൂ. ഇദ്ദേഹം ആക്ഷൻ കാണിച്ചതല്ലേ ഇങ്ങനെ ഷാജൻ സ്കറിയയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ. അതുകൊണ്ട് ഞാൻ ഈ ഡിസ്കൗണ്ട് ഈക്വലായിട്ട് രണ്ടുപേരുടെയും ബാധ്യതയായിട്ട് മാറ്റുന്നത്. മുരളിയാണെങ്കിലും രാജീവ് ചന്ദ്രശേഖറാണെങ്കിലും കേന്ദ്ര സർക്കാരിലെ സഹമന്ത്രിമാരാണ് രണ്ടുപേരും. അവർ വെങ്കട്ടരാമൻ്റെ ആഫീസിൽ നിന്ന് ഈ സാധനം ഇപ്പം തന്നെ വാട്സാപ്പിലോ മെയിലിലോ വാങ്ങണം, എന്നിട്ട് പബ്ലിക് ഡൊമൈനിൽ ഇടണം. കേരളത്തിലെ ജനങ്ങളോട് രണ്ട് കേന്ദ്രമന്ത്രിമാർക്ക് എത്രത്തോളം താല്പര്യമുണ്ടെന്ന് നമുക്ക് ഇന്നറിയാം. ജനങ്ങളോടുള്ള താല്പര്യം പോട്ടെ, സ്വന്തം പാർട്ടിയോട്, അത് ഞാൻ പറയുന്നില്ല. ആ പാർട്ടിയുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണിത്. കാരണം ഇപ്പുറത്ത് ബാലഗോപാലും പിണറായി വിജയനും MV ഗോവിന്ദനും എല്ലാം ഞങ്ങൾ പിടിച്ചു വാങ്ങി അവകാശം പിടിച്ചു വാങ്ങി എന്നൊക്കെ പറയുന്നില്ലേ? അങ്ങനെയല്ല സംഭവിച്ചത്. ദയയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. അവസാനം കൊടുക്കുക കഴിവേറിക്ക് 10 രൂപ എന്ന് മൂലം തിരുനാൾ പറഞ്ഞ പോലെ സുപ്രീം കോടതി പറയുകയാണ് ചിരിച്ചുകൊണ്ട്. ഇതൊന്നും തന്നെ സുപ്രീം കോടതി റെക്കോർഡിൽ കയറുന്നുമില്ല. കാരണം നാളെ ഒരു പ്രസിഡൻസ് ഉണ്ടാക്കാൻ സുപ്രീം കോടതി ആഗ്രഹിക്കുന്നില്ല. ഇതാണ് സത്യം. ഈ സത്യം കേരള ജനതയെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഈ രണ്ട് മന്ത്രിമാർക്കെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ഇതിനവർ തയ്യാറാവുന്നില്ല. ഇവർ എന്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുവെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അല്ല, ഞാൻ അങ്ങനെയൊന്നും പറയണ്ട. അവർക്ക് കിട്ടാനുള്ള വോട്ട് നശിപ്പിക്കുക അങ്ങനെയൊന്നും അല്ല എൻ്റെ ഉദ്ദേശം. ബട്ട് യു ഹാവ് എ കമ്മിറ്റ്മെൻറ്റ് ടു ദ സൊസൈറ്റി, ഞാൻ എൻ്റെ അഭിപ്രായം, ടു യുവർ ഓൺ പാർട്ടി ആൻഡ് ദെൻ ടു ദ ജനറൽ പബ്ലിക് ഓഫ് കേരള. പ്ലീസ് ഫുൾഫിൽ ദാറ്റ്. ടി ജി പറഞ്ഞത് ഓക്കെ, ഞാൻ പറഞ്ഞത് എൻ്റെ പക്ഷത്തു നിന്നാണ്. കാരണം സ്വന്തം സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ കഴിവില്ലെങ്കിൽ ഇവരെന്തിനു മത്സരിക്കണം? നോ കമൻറ്റ്സ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.